നമസ്കാരം, ലൂസ് ടോക്കിലേക്ക് സ്വാഗതം. നമസ്കാരം. അൽമോഹൻ, നമ്മുടെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ട്രംപ് എന്നും വാർത്തകൾ സൃഷ്ടിക്കുന്നുണ്ട്. പാകിസ്ഥാന്റെ സൈനിക മേധാവിയും വാഴ്ത്തുവെന്ന് വിളിച്ച് പറയുന്നുണ്ട്. അയാൾ എന്ത് ഭ്രാന്താണ്. ഇപ്പോൾ അയാളെ രാജ്യത്തെ ഒരു സൈനിക മേധാവിയാണ്. ഇയാളെക്കാളും വലിയ വർത്താനം പറഞ്ഞിരുന്ന ആളാണ് പണ്ട് സിയാവുൽ ഹക്ക്. അയാൾ മോളിൽ ഇരുന്നുകൊണ്ട് കാണുന്നുണ്ട് എന്താണ് സംഭവിക്കുന്നത്. ഇതിന്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ, ഈ ട്രംപ് എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാട് ഇപ്പം നമ്മൾ പറയുന്ന മാതിരി അയാൾ താരിഫ് വർദ്ധിപ്പിക്കാനൊന്നും പോകുന്നില്ല. അയാൾ വിരട്ടാൻ നോക്കുക ഇന്ത്യ. അതിനാണ് അയാൾ നമ്മളോട് പറഞ്ഞ് 27-ാം തീയതിക്ക് മുമ്പ് നിങ്ങളിത് ചെയ്തില്ലെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യുന്ന ഒരു വശത്ത് പറഞ്ഞു. മറുവശത്ത് മനഃപൂർവ്വമാണ്. ഇയാൾ 2 മാസം ആയില്ല ഈ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം 2ാം തവണയാണ് ഇയാൾ വരുന്നത്. മാത്രമല്ല അയാൾക്ക് ഒരു രാഷ്ട്രത്തലവൻ കൊടുക്കുന്ന എല്ലാവിധ സ്വീകരണങ്ങൾ കൊടുത്തിരിക്കുന്നത്. അവിടെ അമേരിക്കയുടെ ജോയിന്റ് കമാൻഡറുടെ യാത്രയപ്പിനാണ് ഇയാളോട് പങ്കെടുത്തത്. വേറെ ലോകത്തൊരു രാജ്യത്തെ സൈന്യ മേധാവിയും കിട്ടിയില്ല. ഇത് ഇന്ത്യയെ പ്രകോപിപ്പിക്കുക, ഇന്ത്യയെ ആശങ്കപ്പെടുത്തുക, ഇന്ത്യയെ ബുദ്ധിമുട്ടിക്കുക, ഇന്ത്യ ഭയപ്പെടുക. അങ്ങനെ നമുക്കെന്തോ ഒരു ഭയം തോന്നി എന്ന്. പക്ഷേ ഗൗനിക്കുന്നില്ല. വാസ്തവത്തിൽ ട്രംപ് അക്ഷരാർത്ഥത്തിൽ പെട്ടിരിക്കുകയാണ്. ഇന്ത്യ ഗൗനിക്കുന്നേയില്ല. അടുത്ത സ്റ്റെപ്പ് എടുത്ത് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമ്മളൊരു പഠനം പുറത്തു വന്നിട്ടുണ്ട്. ഞാൻ നമ്മളാ വാർത്ത കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ പറയുന്നത് ചൈനയാണ് വലിയ ശക്തിയായിക്കൊണ്ടിരിക്കുന്നതെന്നാണ്. ഇപ്പം ഇന്ത്യ, ചൈന, റഷ്യ ഇത് വലിയ ശക്തിയായി മാറിക്കൊണ്ടിരിക്കുന്നത്. അമേരിക്ക താഴോട്ട് പോകുന്നു എന്നാണ് വളരെ സംഭവിക്കുന്നത്. അപ്പം ഞാനിതിൻ്റെ ഒരു പോസിറ്റീവ് സൈഡ് കാണുന്നത്, ഇന്ത്യക്കും ചൈനയ്ക്കും ഒരുമിച്ച് പോകാൻ പ്രയാസമുള്ള ഒരുപാട് സാധ്യതകളുണ്ട്. അടിസ്ഥാനപരമായി അതിർത്തി തർക്കം മാത്രമല്ല, ഇപ്പം നമ്മുടെ അരുണാചൽ പ്രദേശ് പോലും ഒരു അംഗീകരിക്കുന്നില്ല. അത്തരത്തിലുള്ള ഒരുപാട് വിഷയങ്ങൾ. പക്ഷേ ഇതെല്ലാം പരിഹരിക്കാൻ റഷ്യക്ക് കഴിയും. പുട്ടിനിറങ്ങിയാൽ മതി. അങ്ങനെ ഈ ഒരു അച്യുതണ്ട് ഉണ്ടാക്കുകയും സൗത്ത് ആഫ്രിക്കയും ബ്രസീലും ഒക്കെ നിൽക്കുകയും ചെയ്താൽ അമേരിക്ക തീർന്നു. അത് ഈ പഠനത്തിൽ പറയുന്നുണ്ട്. ഡോളറിന്റെ വില പഴയതുപോലെ ഇടിഞ്ഞ് താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ 3 രാജ്യങ്ങളൊക്കെ മുൻകൈ എടുത്ത് വേറൊരു നമ്മൾ കഴിഞ്ഞ ചർച്ച ചെയ്ത പോലെ പുതിയൊരു നാണയം കൊണ്ടുവന്നാൽ പൊളിഞ്ഞ് കുട്ടേക്കാറുമെന്നാണ്. എനിക്ക് തോന്നുന്നത് നമ്മുടെ രൂപ ദുർബലമായതുകൊണ്ട് ഇവിടെ അത് പ്രതിഫലിക്കുന്നില്ലെന്ന്. അതെ, ഇവിടെ വില രൂപയുടെ കുറയുന്നു. പക്ഷെ ഒരുപക്ഷെ മറ്റ് നാണയങ്ങളുമായി ബന്ധപ്പെട്ട് ഡോളർ ഇടുന്നു. പക്ഷേ ഇത് വലിയ ആഘാതം അമേരിക്കയ്ക്ക് ഉണ്ടാക്കും. വലിയ ആഘാതം. കാരണം ഈ ട്രംപ് വിചാരിക്കുന്ന മാതിരി ഈ നികുതി കൂട്ടുന്ന ലാഭം അങ്ങോട്ടല്ല വരാൻ പോകുന്നത്, കച്ചവടം നിന്ന് പോവുകയും ചെയ്യുന്നത്. ന്യൂയോർക്ക് ഗവർണർ തന്നെ പറഞ്ഞു ഇവിടെ വിലക്കയറ്റം കാരണം വളരെ സിമ്പിളാണ്. അതായത് നമ്മൾ ഇന്ത്യയിലെ കഥ എടുക്കുക. നമുക്കിവിടെ ചൈനയിൽ നിന്നുള്ള ഇറക്കുമതി നിർത്തണം എന്ന അഭിപ്രായം പലരും പറയാറുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് നമ്മൾ ഈ ചൈനയുമായിട്ട് അതിർത്തി തർക്കം ഉണ്ടായിട്ട് പോലും നമ്മളത് ചെയ്യുന്നില്ല? നമ്മൾ ആലോചിക്കേണ്ടത്, നമ്മൾ ചൈനീസ് ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കണമെന്നൊക്കെ പറഞ്ഞ് വലിയ ക്യാമ്പയിനൊക്കെ പലരും നടത്തിയിരുന്നു, ഓർമ്മയുണ്ടോ? അതെ. പക്ഷേ ഗവൺമെൻറ് ഒരിക്കലും അതിനെ സപ്പോർട്ട് ചെയ്തില്ല. കാരണം ചൈനയിൽ നിന്ന് വരുന്നത്, ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ട് ഒരു മുട്ടുസൂചിയുടെ കഥ പറഞ്ഞില്ലേ, 5 രൂപയ്ക്ക്. അപ്പം ചൈനയിൽ നിന്ന് കിട്ടുന്ന ഈ ഫിനിഷ്ഡ് പ്രോഡക്ട്സ് എന്ന് പറയുന്നത് നമ്മുടെ ലോകത്തിന്റെ മുഴുവൻ നട്ടലാണ്. മൊബൈൽ ഫോൺ എല്ലാം ചൈനീസ് അല്ലേ ഇവിടെ? ഇല്ല, മൊബൈൽ ഫോണ്, കാറ്. ഞാൻ നമ്മൾ കഴിഞ്ഞില്ല BYD. ആ BYDക്ക് ഞാൻ 18 ലക്ഷം 12 ലക്ഷമാണ്. 12 ലക്ഷം ഒരു ഇലക്ട്രിക് കാറാന്ന് തുറക്കണം. അത് കണ്ടാലോ കാഴ്ചയിൽ വലിയൊരു കൂറ്റൻ. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും ഒരു രാജ്യത്തിനും പൂർണ്ണമായും ഈ ഇറക്കുമതി നിരോധിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല. ഇപ്പം നമ്മൾ ഈ ചുങ്കം ഏർപ്പെടുത്തുക, എണ്ണയ്ക്ക് ചുങ്കം ഏർപ്പെടുത്തുക, നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ കുത്തുവാളെടുക്കില്ല. നമ്മൾ കാരണം നമുക്ക് എണ്ണയില്ല. 80% നമ്മൾ ഇറക്കുമതിയാണ്. ഇത് ഈ ഒരു ട്രേഡ് ശാസ്ത്രം ഇയാൾക്കറിയില്ല. എനിക്ക് അത്ഭുതം തോന്നുന്നത് ഈ WTO ഒക്കെ എവിടെ? ഈ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ഇടപെടണ്ടേ? അവർ മിണ്ടുന്നേ ഇല്ല. പല രാജ്യങ്ങളും ഞങ്ങൾ അവരെ സമീപിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ് സമീപിച്ച് കാണുമായിരിക്കാം. പക്ഷേ എന്നിട്ട് യാതൊരു പ്രതികരണമില്ല. അവർ സമീപിക്കുമെന്ന് നമുക്കതും വിടാം. 2ാമത്തെ ഒരെണ്ണം വേടനാണ്. പാഠപുസ്തകത്തിൽ അധ്യാപകനാണ് വേടന് ലുക്കൗട്ട് നോട്ടീസ് ഇറങ്ങിക്കഴിഞ്ഞു. ആലോചിച്ച് നോക്കിയേ. പക്ഷേ എനിക്ക് അത്ഭുതമൊന്നുമില്ല, ഈ വേടനെ പോലെ ഒരു സൂപ്പർ സ്റ്റാറിനെ ലുക്കൗട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടും എന്നെ തരാൻ നടന്ന കാലത്ത് ഒരു ശുഷ്കാന്തി ഇവിടുത്തെ പത്രങ്ങളൊന്നും ചെറിയ വാർത്തയിലങ്ങ് പോവുകയാണ്. ആലോചിച്ച്. പക്ഷെ ഇതിനേക്കാളൊക്കെ ഭയപ്പെടുത്തിയതും ഞെട്ടിച്ചതും സോന എന്ന് പറഞ്ഞ പെൺകുട്ടിയുടെ മരണമാണ്. ഞാൻ അതിരാവിലെ ഇവിടെ എത്തുമ്പോൾ ഇവിടെ എല്ലാവരും ഡെസ്കിൽ എല്ലാവരും ഇക്കാര്യം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എല്ലാവരും ആ അമ്പരന്നൊരവസ്ഥയിലാണ്. എനിക്ക് മനസ്സിലായത് പിന്നീടാണ്. അനു എന്നെ കാണിച്ചത്, കണ്ടോ സാറേ ഒരു സുന്ദരി കൊച്ചു മരിച്ചെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനോർത്ത് അവൾ എന്നെ ട്രോൾ ചെയ്താണ്. അത് കഴിഞ്ഞിട്ട് നോക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ഭീകരത തിരിച്ചറിയുന്നത്. ഈ രാജ്മോഹൻ എനിക്കതിനകത്തൊരു അതിൻ്റെ ഒരു ഒന്നൊന്ന് പറഞ്ഞ ആ സംഭവം സോന എന്ന് പറഞ്ഞ പെൺകുട്ടി കോതമംഗലത്തുകാരി. അവള് ഒരു റമീസ് എന്ന് പറഞ്ഞ ഒരു വടക്കംപറമ്പുകാരനെ മറ്റാണെന്ന് അയാൾ മറ്റും ആലുവക്കാരൻ, ആ ഏരിയയിൽ എവിടെയാണ്, എറണാകുളം ജില്ലക്കാരനാണ്. അപ്പം അയാൾ ഒരു പ്രണയത്തിലാവുന്നു. അയാൾ മുസ്ലിം മതക്കാരൻ, ഈ കുട്ടി ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ടത് ആളുമാണ്. ഇയാൾ പറയുന്നു ഞാൻ കല്യാണം കഴിക്കാമെന്ന് പറയുന്നു. പിന്നീട് പറയുന്നു മതം മാറണമെന്ന് പറയുന്നു. അവസാനം അവൾ അതിന് സമ്മതിച്ചു. അത് കഴിഞ്ഞപ്പോൾ ഇയാൾ അവീത ബന്ധത്തിന് പിടികൂടുന്നു. അതോടുകൂടി അവൾ പിന്മാറുന്നു.
വീണ്ടും ഇയാൾ വന്ന് നിർബന്ധിച്ച് മതം മാറ്റം രജിസ്റ്റർ മാരേജ് കഴിക്കാമെന്ന് പറഞ്ഞ് കൊണ്ടുപോകുന്നു. അവിടെ കൊണ്ട് ഭീകരമായി കുട്ടിയെ മർദ്ദിക്കുന്നു. അവിടെ എൻ്റെ സഹോദരന്മാരെ വിളിക്കുമെന്ന് പറഞ്ഞപ്പോൾ തിരിച്ചുകൊണ്ട് വിട്ടിട്ട് പോയത്. അതായത് അതിൻ്റെ അകത്ത് ഈ കേസിൻ്റെ ക്രോണോളജി നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നൊരു കാര്യം, ഈ പെൺകുട്ടി അത്രമാത്രം പ്രണയത്തിലായിരുന്നു, ഇഷ്ടത്തിലായിരുന്നു. സ്വാഭാവികമായി ഈ പെൺകുട്ടിയെ അയാൾ ദുരുപയോഗിക്കാൻ ശ്രമിച്ചിട്ടുണ്ടാവാം. നമുക്കതിൻ്റെ വിശദാംശങ്ങൾ അറിയത്തില്ല, പെൺകുട്ടി അത് പറഞ്ഞിട്ടില്ല. എൻ്റെ പശ്ചാത്തലം അത്ര നല്ലതുമല്ല മനസ്സിലാക്കിയ പശ്ചാത്തലം. അപ്പം ഇവക്ക് അവൾ പെട്ടുപോയി, അവൾക്ക് വേറെ നിവൃത്തിയില്ലാതായി. അതുകൊണ്ട് മാത്രമാണ് ഇവനെ ഓർക്കണം, ഇവളുമായി പ്രണയത്തിലായിരിക്കുന്നു. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് വിവാഹ കാര്യം വരുന്നു. വിവാഹം ഇവർ തമ്മിൽ നടത്തണമെന്ന് പറയുന്നു. ഇവനും ഈ റമീസും അവൻ്റെ വീട്ടുകാരും പറയുന്നു നിർബന്ധമായും മതം മാറണമെന്ന് പറഞ്ഞു. പക്ഷേ ഇവർക്ക് പറ്റിയ സാഹചര്യം, പക്ഷെ നിവൃത്തിയില്ലാതെ സമ്മതിച്ചു. മതം മാറ്റാൻ വീട്ടുകാർ സമ്മതിച്ചു. അച്ഛൻ മരിച്ച അപ്പം അച്ഛൻ മരിച്ചതേ ഉള്ളൂ. അച്ഛൻ മരിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യൂ, നമുക്ക് സാവകാശം തരൂ, 1 വർഷം കൂടെ കഴിയൂ, എന്നിട്ട് മതം മാറ്റി കെട്ടിത്തരാമെന്ന് പറയുന്നു. ഇതിനിടയിലാണ് ഇവൻ പോയി ഈ അവിഹിതം നടത്തുന്നത്. ഈ അവിഹിതം ലോഡ് ചെയ്യുന്നവനെ പിടിച്ചു, വാർത്തയായി. സ്വാഭാവികമായിട്ടും ആരാണെങ്കിലും ഒന്ന് പിന്മാറും. പക്ഷെ അവൾക്ക് പിന്മാറാൻ കഴിയുന്ന സാഹചര്യമായിരുന്നില്ല. അതുകൊണ്ട് അവൾ പറഞ്ഞു, ശരി ഞാൻ കല്യാണം കഴിക്കാം, പക്ഷെ ഒരു കണ്ടീഷൻ വെച്ചു. എന്താണ്? മതം മാറ്റം തൽക്കാലമില്ല. അതെന്തിനാന്ന് പലർക്കും സംശയം തോന്നും. ആ ഒരു സംശയത്തിന് ക്ലാരിഫിക്കേഷൻ കൂടി. എന്തുകൊണ്ടാണ് മതം മാറാമെന്ന് സമ്മതിച്ചവൾ അവിഹിതം കണ്ടുപിടിച്ചപ്പോൾ കല്യാണം കഴിക്കാം, പക്ഷേ മതം മാറത്തില്ല എന്ന് പറഞ്ഞാൽ ഒരു ആശയക്കുഴപ്പമില്ലേ? എന്തുകൊണ്ടാണ് കുഴപ്പം? യഥാർത്ഥത്തിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, മതം മാറണമെങ്കിൽ 2 മാസം പൊന്നാനി പോയിട്ട് പഠിക്കണം, മതപഠന ക്ലാസ്സിൽ പങ്കെടുക്കണം. അപ്പോൾ എന്ത് പറ്റുന്ന, അത് കഴിഞ്ഞിട്ടേ കല്യാണം കഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അവളുടെ പ്രശ്നം എന്ന് വെച്ചാൽ, ഇവനിപ്പം തന്നെ പോയി അവിഹിതത്തിൽപ്പെട്ടു. ഇവനെ കല്യാണം കഴിക്കാതെ മുമ്പോട്ട് പോകാൻ കഴിയുന്ന സാഹചര്യമില്ല. നമുക്കറിയില്ല വിശദാംശങ്ങൾ. അപ്പം ഇനി വൈകിപ്പിക്കാൻ പറ്റത്തില്ല, എത്ര വേഗം കല്യാണം കഴിക്കണം. ഇവനെ പിടിച്ചു ചേർത്താനുള്ള വഴി അതേ ഉള്ളൂ. അതുകൊണ്ടാണ് രജിസ്റ്റർ ചെയ്യാന്ന് പറഞ്ഞത്. മതം മാറാം, ഇതിനാ ശ്രദ്ധിക്കുന്നത്, മതം മാറാം. ഇപ്പൊ രജിസ്റ്റർ ചെയ്യണം, ആദ്യം രജിസ്റ്റർ ചെയ്യണം. അതാണ് ശരിക്കും പലർക്കും പിടികിട്ടാതെ. അപ്പം ഇവള് ചെയ്യുന്നത് എന്താ വെച്ചാൽ, ഞാൻ മതം മാറാം, പക്ഷെ ഇപ്പം നമുക്ക് രജിസ്റ്റർ ചെയ്യാം. രജിസ്റ്റർ ചെയ്തതിന് ശേഷം ഭാര്യ ഭർത്താവായാലോ മതം മാറാം. ആ പ്രപ്പോസലാണ് വെച്ചത്. പക്ഷേ ഇവരെന്ത് ചെയ്തു, രജിസ്റ്റർ ചെയ്യിപ്പിക്കാം എന്ന് പറഞ്ഞു കൊണ്ടുപോയി വീട്ടിൽ വെച്ചിട്ട്. ഈ റമീസ് മാത്രമല്ല, അവൻ്റെ ഉമ്മയും ഉപ്പയും അവൻ്റെ പെങ്ങളും എല്ലാം കൂടി ഇവളെ പീഡിപ്പിച്ചു. ഭീകരമായി ഇവളെ കെട്ടിയിട്ട് പീഡിപ്പിച്ചിട്ട് ഇവളെ നിർബന്ധമായി മതം മാറിയാൽ മാത്രം പോരാ, മതം മാറി ഇവിടെ നിൽക്കണം. അതായത് കല്യാണം കഴിച്ച് നിന്ന് നീ വീട്ടിലിരുന്നു, ഞാൻ എൻ്റെ പണിക്ക് പോകുന്ന പഴയ പണിക്ക് തന്നെ പോകും, നീ മതം മാറി എൻ്റെ കൂടെ നിന്ന് എൻ്റെ വീട്ടിലെ കാര്യം നോക്കും, ഞാൻ എൻ്റെ പണിക്ക് പോകുന്നുള്ള സന്ദേശം. ഇതാണ് നമുക്ക് ഉണ്ടാക്കിയൊരു ബുദ്ധിമുട്ട്. ഇതോടുകൂടി അക്ഷരാർത്ഥത്തിൽ ഇവൾ പെട്ടുപോയി. ഇവളെ എന്നിട്ട് മാത്രമല്ല, ഇവർ തമ്മിൽ ചാറ്റുണ്ട്. ആ ചാറ്റ് പുറത്തു വന്നു. ഈ ചാറ്റിൻ്റെ അകത്ത് ഇവൾ പറയുന്നുണ്ട്, സ്വാഭാവികമായിട്ടും രണ്ടുപേരും തമ്മിൽ പ്രശ്നം ഉണ്ടാകുമ്പം പെണ്ണുങ്ങൾ പറഞ്ഞൊരു വാക്കാണ്, ഞാൻ ചാകുമെന്ന് ഈ സോന റമീസിനോട് പറഞ്ഞു, ചത്തോ എന്ന് പറഞ്ഞു. അതവളെ വല്ലാതെ പ്രകോപിപ്പിച്ചു. കാരണം അവൾ ആ ആത്മഹത്യാക്കുറിപ്പ് വായിച്ച് എനിക്ക് ഭയങ്കര സങ്കടം തോന്നി. ആത്മഹത്യാക്കുറിപ്പിൻ്റെ അകത്ത് വ്യക്തമായിട്ട് അവൾ പറയുന്നുണ്ട്, അവൻ ഇമ്മോറൽ ട്രാഫിക്കിന് പിടിക്കപ്പെട്ടതും ഞാൻ ക്ഷമിച്ചു. ആരും ക്ഷമിക്കില്ല, ഞാൻ ക്ഷമിച്ചു. പക്ഷേ എന്നോട് ചത്തോളാൻ പറയുകയാണ്, എന്നെ ഉപദ്രവിക്കുകയാണ്. നീ വേണമെങ്കിൽ നിൻ്റെ പണി നോക്കൂ, നീ ഇവിടെ വന്ന് മര്യാദയ്ക്ക് വീട്ടിൽ നിന്നോടെന്ന് പറയുകയാണ്. അപ്പം ഈ വീട്ടുകാർ എന്നോട് കാണിച്ച ഒരു സ്നേഹമില്ലായ്മയുണ്ട്. അതായത് എന്നെ കുരുക്കിട്ട് പിടിച്ച് ഒരു പരുവത്തിലാക്കിയിട്ട് നീ വേണമെങ്കിൽ ഒരു അടിമപ്പണി എടുത്തോളൂ എന്ന തരത്തിലുള്ളൊരു സ്നേഹമില്ലായ്മയുണ്ട്. അത് എനിക്ക് സഹിക്കാൻ പറ്റില്ല. ഒരുപക്ഷെ വിവാഹം കഴിച്ചിരുന്നെങ്കിൽ ഇവിടെ പഠിക്കാനും വിടില്ലായിരുന്നു, ബാക്കി ജോലിക്ക് ഒന്നിനും സമ്മതിക്കില്ല. വിവാഹം കഴിച്ചിരുന്നെങ്കിലും ഇവൾ മരിച്ചേനെ. കാരണം ഇതൊരു കുരുക്കായിരുന്നു. ഞാൻ ചോദിക്കേണ്ടത്, 2 പേര് തമ്മിൽ വിശുദ്ധമായ ഇഷ്ടം എന്നുള്ള പ്രണയം എന്ന് പറയുന്നത്. ഈ ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ അവിഹിത ബന്ധത്തിനൊക്കെ പോകുന്നവരുണ്ട്. പക്ഷേ 2 പേരെ പ്രേമിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അവർ പ്രണയത്തിലായിരിക്കുമ്പോൾ വേറൊരു ബന്ധത്തിന് പോകാന്ന് പറഞ്ഞാൽ എന്നെ വൃത്തികെട്ടവനാണ്. ലോകത്താരും അംഗീകരിക്കില്ല, അത് ഒരിക്കലും എന്നെ വൃത്തികെട്ടവനാണ്. പിന്നെ അവൾ കൃത്യമായി ആ കുറിപ്പിൽ എഴുതി വെച്ചിട്ടുണ്ട്, ഇവനും ഇവൻ്റെ വീട്ടുകാരും കാരണമാണ് മരിക്കുന്നതെന്നാണ്. ഇവനെ അറസ്റ്റ് ചെയ്ത്, വീട്ടുകാരെന്താ അറസ്റ്റ് ചെയ്യാതെ? ഈ പെണ്ണിനെ അവിടെ പീഡിപ്പിച്ചിട്ട് മതം മാറും നിർബന്ധിക്കുകയും ചെയ്ത വീട്ടുകാരല്ലേ, അവരെ പീഡിപ്പിക്കണ്ടേ? ഞാൻ ആ ആത്മഹത്യാക്കുറിപ്പ് വായിക്കുമ്പം എനിക്ക് വലിയ വിഷമം തോന്നി. നമ്മുടെയൊക്കെ ചുറ്റിനും, കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്തായ ഒരു ബിസിനസ്സുകാരനായിട്ട് സംസാരിക്കുകയായിരുന്നു. അപ്പോൾ അയാൾ എന്നോട് പറഞ്ഞു, എൻ്റെ ഏറ്റവും വലിയ വിഷമം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ വളരെ കഷ്ടപ്പെട്ട് ഒരു ബിസിനസ് സാമ്രാജ്യം വളർത്തിയെടുത്തിട്ടുണ്ട്. എനിക്ക് 2 പെൺമക്കളാണ്. ഈ പെൺമക്കളെ അങ്ങനെ അനുഭവം ഉണ്ടെന്ന് പറഞ്ഞു. ഈ പെൺമക്കളെ
എൻ്റെ സ്വത്ത് അടിച്ചു മാറ്റാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരുത്തം വന്ന് ഞോണ്ടിക്കൊണ്ട് പോലെ ഓർത്തിട്ടാണ് ഇപ്പോൾ എൻ്റെ ഏറ്റവും വലിയ സമാധാനം. അതുകൊണ്ട് ഞാനൊരു 10-22 വയസ്സെങ്കിലും ആവട്ടെ എന്ന് ഓർത്ത് പിള്ളേരെ ഇച്ചിരി നിയന്ത്രിച്ച് വളർത്തുമെന്ന് പറഞ്ഞു. പിള്ളേർ ഹാപ്പി ആയിരിക്കത്തില്ല. കാരണം ഈ ആരെങ്കിലും ഒരുത്തം എന്നോട് അദ്ദേഹം ഉദാഹരണം പറഞ്ഞു. കേരളത്തിലും ദുബായിലും ഒക്കെ ബിസിനസ് ചെയ്തുള്ള ഒരു വലിയ മുതലാളി. ഈ മുതലാളിക്ക് ഏകമകളെ ഇതുപോലെ തന്നെ ഒരു ഗുണ്ട പ്രേമിക്കുന്നു. ഈ ഗുണ്ട പ്രേമിച്ച് ഇറങ്ങിപ്പോകുന്നു, ഒരു വിധത്തിൽ കൊണ്ടുവരുന്നു. എന്നിട്ട് അവസാനം ഈ പെണ്ണിനെ പഠിക്കാനെന്ന് UK-ലെത്തിച്ച് UK-യിൽ കൊണ്ടുപോയി ഒരു ഈ പറയുന്ന ഇദ്ദേഹത്തിൻ്റെ സുഹൃത്ത് വഴി സംരക്ഷണം ഉറപ്പാക്കിയൊക്കെയാണ് അതിനെ അതിജീവിച്ചത്. അപ്പം ഇതിൻ്റെ പ്രോബ്ലം ഒരു ഗുണ്ട വന്ന് മകളെ കല്യാണം കഴിച്ചാൽ പിന്നെ ഗുണ്ടയ്ക്ക് ആ മകളെ നമുക്ക് ഒഴിവാക്കാൻ പറ്റുമോ? അല്ല, എൻ്റെ ഭാര്യ അഭിഭാഷകയായതുകൊണ്ട് പുള്ളിക്കാരൊരു സംഭവം പണ്ടെനിക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് വർഷം മുമ്പാണ്. ഇവിടുത്തെ വലിയൊരു ധനികൻ്റെ മകളെ ഇതുപോലെ മതം മാറ്റാമെന്നൊക്കെ പറഞ്ഞ് ഇറങ്ങി ഓടി. പക്ഷേ അവസാനം നോക്കുമ്പം ഈ പെൺകുട്ടിയുടെ കയ്യിലും മൂക്കിലും ചെവിയിലും എല്ലാം ഇരിക്കണ രത്നങ്ങളായിരുന്നു. തിരികെ ഊരി വാങ്ങിച്ചു. പോലീസ് ഇടപെട്ട് വക്കീലും എല്ലാവരും ചെന്ന് അമ്മ അച്ഛനെ വാങ്ങിച്ചു കൊടുത്തിട്ട് എല്ലാം തിരിച്ച് ഊരി വാങ്ങേണ്ടി വന്നു. തിരികെ ഇതൊന്നുമില്ല, വീട്ടിൽ ചെന്ന് ഇവനെ പെൺകുട്ടിയെ ഈ ആഭരണം നഷ്ടപ്പെടുന്ന ഇടിച്ച് ചമ്മന്തിയാക്കി അവസാനം തിരിച്ചോടി ഇത് വീട്ടിൽ വന്നു. അപ്പോൾ അവൻ ആഗ്രഹിച്ചിരുന്നത്, അവൻ കണ്ടിരുന്നു ഇവിടെ ഈ ഇതൊക്കെ ആഭരണങ്ങളെല്ലാം തന്നെ ഇത് വളരെ വില കൂടി. അപ്പോൾ അവൻ ചോദിച്ചപ്പോൾ അവൾ പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് ഇത്ര ലക്ഷം വില പറഞ്ഞാൽ കണ്ടാൽ നിസ്സാരം തോന്നുമെങ്കിലും ഇതെല്ലാം വില കൂടിയതാണ്, ലക്ഷങ്ങൾ വില പറഞ്ഞാണ് പറഞ്ഞിട്ടുണ്ട്. അതെങ്കിലും കിട്ടുമെന്ന് കരുതി. അത് കിട്ടിയില്ല എന്ന് കണ്ടപ്പോഴത്തേക്കും ഇവൻ വീട്ടിലിട്ട് ചവിട്ടാൻ തുടങ്ങിയെടുത്ത്. അപ്പോൾ പെൺകുട്ടി അവസാനം അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ട് പിന്നെ എന്തായെന്ന് അറിഞ്ഞൂടാ. അല്ല, ഞാൻ പറഞ്ഞത് ഈ ആളുകൾ കുറച്ചുപേര് കെണിയുമായിട്ട് രംഗത്തിരിക്കുന്ന കെണിയിൽ വിടുന്ന കുഞ്ഞുങ്ങളെ നമ്മൾ എങ്ങനെ വളർത്തും എന്നുള്ളൊരു പ്രശ്നം ഒരു വശത്ത്. മറുവശത്ത് നമ്മളിത് ഗൗരവമായി ചർച്ച ചെയ്യേണ്ട വിഷയം ലവ് ജിഹാദ് തന്നെയാണ്. രാജ്മോഹൻ, ഇത് ലവ് ജിഹാദാണ്, ഒരു സംശയം വേണ്ട കാര്യത്തിൽ. ഇത് ലവ് ജിഹാദാണ്. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നടന്ന സംഭവങ്ങൾ എല്ലാം ഇത് തന്നെയാണ്, എല്ലാം ലവ് ജിഹാദ് തന്നെയാണ്. പക്ഷേ ലവ് ജിഹാദ് എന്നൊരു ടേം നമ്മൾ ഇതിനെ വിശേഷിപ്പിക്കാൻ ഉപയോഗിക്കുന്ന അല്ലാതെ ലവ് ജിഹാദ് എന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടില്ല. ലവ് ജിഹാദ് എന്നാൽ അങ്ങനെ നമ്മൾ എഴുതി വെച്ചിട്ടില്ല. ഈ ലവ് ജിഹാദ് ആണ് എന്ന് തെളിയിക്കാൻ നമ്മുടെ കയ്യിൽ വഴിയൊന്നുമില്ല. അതുകൊണ്ട് ലവ് ജിഹാദ് എന്ന വാക്ക് കേൾക്കുമ്പോഴത്തേക്ക് നമ്മൾ ഇസ്ലാമോഫോബിയ ആകുന്നു, നമ്മൾ വർഗീയവാദിയാവുന്നു, മുസ്ലിം വിരുദ്ധനാകുന്നു. ഞാനിപ്പോൾ ചുമ്മാ നോക്കുമായിരുന്നു. നമ്മൾ 6-7 വർഷം മുമ്പ് ആതിരയുടെ സംഭവം ഉണ്ടാകുന്നു, ഓർമ്മയുണ്ടോ? പഴയ ആതിരയുടെ സംഭവം. ആതിരയാണ് ആയിഷയായത്. ഈ ആയിഷയുടെ പഴയ വീഡിയോകൾ ഞാൻ പരിശോധിച്ച് നോക്കുമായിരുന്നു. 8 വർഷം മുമ്പാണ്. ആയിഷ ഇതുപോലെ തന്നെ സംഘടിതമായി ഖുർആൻ കൊടുത്ത് ആളുകൾ കൂട്ടത്തിൽ ചേർന്ന് നിങ്ങൾ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് സ്വർഗത്തിലേക്ക് പോകും. അതായത് ഈ ലോക ജീവിതം, ആയിഷ പറയുന്നൊരു കഥയുണ്ട്. ഈ ലോകത്തെ ജീവിതം ഭയങ്കര ഭയപ്പെടുത്തുന്നതാണ്. എന്നാൽ ഈ ലോകത്തെ ജീവിതം നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഏക ദൈവം അള്ളാഹുവാണ്. ഈ അള്ളാഹുവിനെ അല്ലാതെ നിങ്ങൾ വിഗ്രഹങ്ങളെ ആരാധിച്ച് നിങ്ങൾ മുമ്പോട്ട് പോയാൽ നിങ്ങൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ നിങ്ങൾ ഭീകരമായി പീഡിപ്പിക്കപ്പെടും, നരകത്തിലേക്ക്, തീയിലേക്ക്. അപ്പം ഇത് ഭയമുണ്ടാക്കി ഈ ആതിരയ്ക്ക്. അപ്പോൾ അവൾ എന്ത് ചെയ്തു? ഇവർ പറഞ്ഞതെല്ലാം വിശ്വസിച്ച് ഇവരെല്ലാം കണ്ടിട്ട് ഇവരുടെ എല്ലാം പിന്തുണയും സംഘടിതമായ ഒരു സപ്പോർട്ടും കാരണം ഇവൾ ഈ മരിച്ചു കഴിയുമ്പോൾ എന്ത് ചെയ്യുന്നു കരുതി ഇവൾ പെട്ടെന്ന് മതം മാറി. എന്നിട്ട് പ്രണയമൊക്കെ ഉണ്ട്. എന്നിട്ട് ഈ ഒരു സംഘടിത സംവിധാനം വന്നു കഴിയുമ്പോഴേക്കും ഇവിടെ പ്രശ്നം ഇവരെ സംരക്ഷിക്കാൻ വേണ്ടി ഒരുപാട് പേര് വരും. ഞാൻ ഇത്തരത്തിൽ ലവ് ജിഹാദ് എന്ന് ആരോപിക്കപ്പെട്ട പല കേസുകളും ഞാൻ പരിശോധിച്ചു. എനിക്ക് തന്നെ പരിചയമുള്ള ഒരുപാട് കേസുകളുണ്ട്. ഈ ബ്രെയിൻ വാഷ് ചെയ്യാൻ വേണ്ടി വലിയ സംഘത്തും അവിടെയൊക്കെ അതിനപ്പുറത്തേക്ക് അതല്ല രാജ്മോഹൻ. ഇതൊരു ഘട്ടം കഴിയുമ്പോൾ ഇത് കോടതിയിലെത്തുമല്ലോ. ഈ കോടതിയിലെത്തുന്ന സമയത്ത് പ്രേമിക്കാൻ നേതൃത്വം കൊടുക്കുന്ന മുസ്ലിം ചെറുപ്പക്കാരൻ അവൻ്റെ വീട്ടുകാരും മാതാപിതാക്കളും പള്ളിക്കാരും നാട്ടുകാരും സുഹൃത്തുക്കളും പോപ്പുലർ ഫ്രണ്ടുകാരും SDP-ക്കാരും ലീഗുകാരും ഇവരെല്ലാം കൂടെ പല വാഹനങ്ങളിൽ അനേകം പേരുണ്ടാവും. പക്ഷേ ഈ മറ്റേ ഇതിന് ഇരയാക്കപ്പെട്ട വീട്ടുകാരത് പരമാവധി ആരും അറിയാതിരിക്കാനാണ് നോക്കുന്നത്. ഇപ്പോഴും അങ്ങനെയാണല്ലോ. അപ്പം ഇത്തരം കേസുകളൊക്കെ പരിശോധിച്ചാൽ കോടതിയിലേക്ക് ചെല്ലുമ്പം ഈ പെൺകുട്ടിയുടെ അപ്പൻ അല്ലെങ്കിൽ അമ്മ അല്ലെങ്കിൽ ആങ്ങള ഇവർ 3-4 പേരോ അവരുടെ സന്തത സഹചര്യമായിട്ട് 1-2 പേര് മൊത്തം പേര് വരുന്നത്. ഇവർക്ക് ശബ്ദമില്ല. ഇവരുടെ ചുറ്റിനും വലിയൊരു ആൾക്കൂട്ടമായിരിക്കും. പോലീസും സംഗീത ഇപ്പം ഈരാറ്റുപേട്ട ടൗണിൽ ഞാനിപ്പോഴും ഓർക്കുന്നു, ഒരുപാട് കാലം മുമ്പ്, അതേസമയം തിരിച്ചാണെങ്കിൽ ഇങ്ങനെയൊന്നും അല്ല. ഈരാറ്റുപേട്ട ടൗണിൽ നിന്ന് അവിടുത്തെ ഒരു മുസ്ലിം പ്രമാണിയുടെ മകളെ ഒരു ഹിന്ദു ചെറുക്കൻ പ്രേമിച്ചിട്ട് അവൾ ഇറങ്ങിപ്പോയി. ഹിന്ദു ചെറുക്കൻ ഇറങ്ങും. ഈ ചെറുക്കനെ തപ്പി ഇവന്മാർ നടന്ന കയ്യും കണക്കും. അവസാനം ഈ പെൺകുച്ചും ചെറുക്കനൂടെ ഒരു വീഡിയോ ചെയ്ത് എനിക്ക് അയച്ചു തന്നു. അന്ന് നമ്മൾ മറുനാടൻ TV ഇല്ല, മറുനാടൻ പോർട്ടലുള്ളൂ. അവരെനിക്ക് അയച്ചു തന്നു.
ഞങ്ങളുടെ ജീവൻ അപകടത്തിലാണ്, ഞങ്ങളെ രക്ഷിക്കണം, ഞങ്ങൾക്ക് എവിടെ ചെയ്യണം. ഞാനിത് വാർത്തയാക്കി. എന്നെ അന്ന് ഈരാറ്റുപേട്ടെന്ന് ഒരാൾ ഫോൺ വിളിച്ച് പറഞ്ഞു, എടാ പച്ചത്തെറി വിളിച്ചിട്ട് പറഞ്ഞു, ഈരാറ്റുപേട്ടെന്ന് വിളിക്കും, നിന്റെ വീട് എവിടെ, നിൻ്റെ അപ്പൻ്റെ അമ്മയുടെ വീട് അഡ്രസ്സൊക്കെ പറഞ്ഞു, ആദ്യം ഞങ്ങൾ ബോംബ് വെച്ച് തകർക്കുമെന്നാണ് പറഞ്ഞത്. ഞാനന്ന് വധഭീഷണിയാണ്, നിന്നെ കൊല്ലുന്നു. ഞാൻ വധഭീഷണി കേസ് കൊടുത്തിട്ട് പോലീസ് വല്ലതും എടുക്കുമോ? എന്നിട്ട് ആ കേസിൽ മുഴുവൻ അതിനകത്ത് സംഭവിച്ചതെന്നു വെച്ചാൽ അവസാനം സംഘടിതമായി ഇവർ ഒരുമിച്ച് വരുന്നു. ഓർക്കണം, ആ പെൺകുട്ടിയാണ് അവരുടെ ഭാഗത്ത്, ഈ സംവിധാനം എല്ലാം കൂടെ വരുന്നു. അവസാനം കൗൺസിലിങ് മാങ്ങാത്തിനും ഇവരെ ഭയപ്പെടുത്തുന്നൊരു സാഹചര്യം ഉണ്ടാക്കിയിട്ട് കോടതി വന്നപ്പോൾ ആ പെൺകുച്ചി പേടിച്ചിട്ട് പറഞ്ഞു, ഞാൻ വീട്ടിൽ പോയിക്കൊള്ളാമെന്ന് പറഞ്ഞു. അവസാനം അവൻ്റെ ഗതിയോ കേസിലെ പ്രതിയായിട്ട് അവൻ ജയിലിലുമായി. ഇതാണ് ആ മറുഭാഗത്തുള്ളത്. ഇനി ഈ കൊല്ലം ഭാഗത്തങ്ങടെ തിരുവനന്തപുരത്തുള്ളൊരു വലിയൊരു ബസ് ഉടമയുടെ മകളെ ഇതുപോലെ തന്നെ കൊല്ലത്തുള്ളൊരു ചെറുക്കൻ അടിച്ചുകൊണ്ട് പോയിരുന്നു. അത് ഈയിടയ്ക്ക് അതിൻ്റെ വീഡിയോ വന്നു കുറച്ച് കാലമായി, 5-6 വർഷം. എന്നിട്ട് ഈ പെങ്കൊച്ച് ഇതിനെ പർദ്ദയൊക്കെ ഇടിപ്പിച്ചിട്ട് ഇവൻ കൊണ്ടുവന്ന് വീട്ടിലിരുത്തിയിരിക്കുകയാണ്. അപ്പോൾ നാട്ടുകാരെല്ലാം കൂടുന്നു, പോലീസ് ഇടപെടുന്നു, ഭയങ്കര. അവൻ കൂളായിട്ട് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ഞാൻ പ്രായപൂർത്തിയായപ്പോൾ എനിക്ക് അവകാശമില്ല. ശരി, ഇവരുടെ ഈ സംവിധാനത്തെ മുഴുവൻ പിന്തുണയ്ക്കാൻ ഒരുപാട് പേരുണ്ട്. ഇപ്പുറത്ത് ആരുമില്ല, നിസ്സഹായരായി കോടതിയിൽ പോയി. അപ്പോൾ എന്നിട്ട് മാധ്യമങ്ങൾ കംപ്ലീറ്റ് പേരും പ്രായപൂർത്തിയായ പുരുഷനും ചെറുക്കനും പ്രേമിച്ചാൽ ആർക്കാ കുഴപ്പം? എവിടെയാണ് ഇവിടെ ഈ പ്രശ്നം പറയുന്ന ഈ സംഘടിതമായി പ്രേമിക്കാനായിട്ട് നേതൃത്വം കൊടുക്കുന്ന ആണുങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നിടത്താണ്. തിരിച്ചാണെങ്കിലോ ഭയങ്കര ആൾക്കൂട്ടം ഉണ്ടാക്കിയിട്ട് കൊണ്ടുവന്നൊരു ഇതൊരു യാഥാർത്ഥ്യം. സാംസ്കാരിക നായകരോ സെലക്റ്റീവ് പ്രതികരണം അവരൊക്കെ പറയും ഇത് ലവ് ജിഹാദ് എന്ന് പറഞ്ഞ കുഴപ്പം. ഇത് യഥാർത്ഥത്തിൽ ഇവരാരും മനസ്സിലാക്കാത്ത ഈ വിഷയമാണ് കേരളത്തിലെ ക്രിസ്ത്യാനികളും മുസ്ലിം വിശ്വാസികളും തമ്മിൽ അകൽച്ചയ്ക്ക് കാരണം. ഇത് ഈ യാഥാർത്ഥ്യമാണ്. കാരണം നാടുംപുറങ്ങളിലെല്ലാം ധാരാളം, ഇപ്പം ഈ കാസ എന്ന് പറയുന്ന സംഘടന അറിയാമോ? ക്രിസ്ത്യൻ ഈ കാസ ഔദ്യോഗിക സംഘടനയൊന്നും അല്ല, സഭ ഔദ്യോഗികം അതിനോട് യോജിക്കുന്നില്ല. ദീപിക അവരോട് ശത്രുതയിലാണ്. അതേസമയം സഭാ വിശ്വാസികൾ വലിയൊരു വിഭാഗത്തിന് ഈ കാസയോട് ഇഷ്ടമാണ്. കാസയുടെ ചില നിലപാടോടെ എനിക്ക് വിയോജിപ്പുണ്ട്. ഞാൻ ഈ കാസയുടെ ആദ്യം പിന്തുണച്ചതായിരുന്നു. പക്ഷേ കാസയോടെ എനിക്ക് ഭിന്നതയുണ്ടായത് കാസ BJPക്ക് പരസ്യമായി പിന്തുണ പ്രഖ്യാപിച്ചു. ചെയ്യാൻ പാടില്ല. കാരണം കാസ ഒരു രാഷ്ട്രീയ പാർട്ടിയും പിന്തുണയ്ക്കേണ്ട കാര്യമില്ല. കാസ എന്തിനു തുടങ്ങിയ ലക്ഷ്യത്തെ നിൽക്കണം. ഞാനന്ന് ആ കെവിൻ പീറ്ററെ വിളിച്ച് പറഞ്ഞാണ്, എനിക്ക് തോന്നുന്ന തൃക്കാക്കര ഇലക്ഷനാണ് അവർ ചെയ്തത്. ഞാൻ പറഞ്ഞു, നിങ്ങളത് ഇനി അഥവാ നിങ്ങൾക്ക് രാഷ്ട്രീയ പിന്തുണ കൊടുക്കേണ്ട ഒരു സാഹചര്യം അതിൻ്റെ സമയത്ത് ചെയ്യാവും, അല്ലാതെ ഇപ്പം തന്നെ നിങ്ങൾ പോയി തൃക്കാക്കര ഇലക്ഷൻ കാണിച്ച അബദ്ധമാണ് ഞാൻ പറഞ്ഞു. അതൊഴിച്ചാൽ പക്ഷേ കാസയ്ക്ക് വലിയ പിന്തുണയുണ്ട്. ഈ കാസ ഉണ്ടാകുന്നത് എങ്ങനെയാണെന്നറിയാമോ? ആർക്കും അറിയാത്തൊരു കാര്യമില്ല. കാസ ഉണ്ടാകുന്ന വലിയ ചരിത്രമാണ്. ഈ കെവിൻ പീറ്റർ എന്ന് പറഞ്ഞാൽ എറണാകുളത്തുള്ളൊരു ചെറുപ്പക്കാരനാണ് ഈ കാസയുടെ തുടക്കക്കാരൻ. അയാളുടെ മകളെ ഇതുപോലെ തന്നെ ഒരു ചെറുപ്പക്കാരൻ, മുസ്ലിം ചെറുപ്പക്കാരൻ പ്രണയിച്ച് കൊണ്ടുപോയി. അതിൻ്റെ പിന്നാലെ നടന്ന് ഇതേ നിസ്സഹാവസ്ഥയിൽ, അതായത് വലിയ സംഘടിതമായ ആൾക്കാരെല്ലാം കൂടെ വരുന്നു, കോടതിയിലേക്ക് നിറച്ചാൾ വരുന്നു, പോലീസ്, അഭിഭാഷക സംഘടന. ഇയാൾ ഒറ്റപ്പെട്ട് ഇയാളുടെ മകളെ കിട്ടുമെന്ന പ്രതീക്ഷയിൽ പോയി കോടതിയിൽ നിന്ന് നിരാശപ്പെട്ടു വന്നൊരു മാനസികാവസ്ഥയുണ്ട്. ഈ മാനസികാവസ്ഥയിൽ മകൾ നഷ്ടപ്പെട്ടു പോയ വേദനയിൽ നിന്ന് അയാൾ രൂപം കൊടുത്ത സംഘടനയാണ് കാസ. അപ്പം ഇത് കേരളത്തിലെ ക്രൈസ്തവർക്കിടയിലും മുസ്ലിമുകൾക്കിടയിലും ഉണ്ടായിരിക്കുന്ന ഭിന്നതയുടെ മൂല കാരണം ഇതാണ്. അപ്പോൾ ആളുകൾ ചോദിക്കും തിരിച്ചില്ലേന്ന്. തിരിച്ച് വളരെ കുറവാണ്. ഉണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. മുമ്പൊരിക്കൽ PC ജോർജിന്റെ ലിസ്റ്റ് തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു. മുമ്പൊരിക്കൽ നീണ്ട പട്ടികയാണ്. ഞാൻ പറഞ്ഞ എൻ്റെ ബന്ധുക്കൾ ഒന്നിലധികം പേർ അങ്ങനെ വിവാഹം കഴിച്ചിട്ടുണ്ട്. അതേസമയം എൻ്റെ ഒരു ബന്ധു ഒരു മുസ്ലിം പെൺകുട്ടി കല്യാണം കഴിച്ചിട്ടുമുണ്ട്. ഒരു കേസേ ഉള്ളൂ. എൻ്റെ ഒരു അടുത്ത ബന്ധു ഒരു മുസ്ലിം പെൺകുട്ടി കല്യാണം കഴിച്ചിട്ടുണ്ട്. പക്ഷേ അവളുടെ രീതി ജീവിക്കുന്നു, അവനങ്ങനെ വലിയ വിശ്വാസമൊന്നും കാര്യമുള്ള കൂടുതലല്ല, അവൻ്റെ വഴിക്ക് പോവാണ്. അതേസമയം എനിക്ക് ഇപ്പം ഞാൻ പറഞ്ഞത്, ഞാൻ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത്, അത് പക്ഷേ ഇതൊന്നും ലവ് ജിഹാദല്ല കേട്ടോ, ഇത് പറയാൻ പോകുന്ന കഥ. ഞാൻ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് എൻ്റെ ഒരു കസിൻ, എൻ്റെ ഒരു ഫസ്റ്റ് കസിൻ്റെ മകൾ എൻ്റെ ജൂണിലായിട്ട് പഠിക്കുന്നുണ്ട്. അന്ന് ഞാൻ SFI പ്രവർത്തിക്കുക. അത് വളരെ കടുത്ത വിപ്ലവം. അപ്പം എൻ്റെ കൂടെ പഠിച്ചിരുന്ന സഖാവ് ഞാനാണ് പരിചയപ്പെടുത്തി കൊടുത്തത് എൻ്റെ കസിനെ. ഇവരെന്നെ പ്രേമത്തിൽ മുസ്ലിം പയ്യനാണ്. പക്ഷെ അന്ന് ഈ ലവ് ജിഹാദും അത്ര, അവൻ നല്ല പയ്യനാണ്, വലിയ പ്രശ്നമാണ്. എന്തായാലും കൊള്ളാം. അവനും പ്രേമമായി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ എവിടെയാണെന്നൊരു സംശയം ഉണ്ടായി. പഠിത്തം കഴിഞ്ഞ് പോട്ടെ. പക്ഷേ ഞാൻ സത്യം പറഞ്ഞ് അവർ തമ്മിൽ ഇഷ്ടമാണ്, കല്യാണം കഴിച്ചൊന്നും നിലപാടായിരുന്നു എനിക്കുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് അവൾ ഒളിച്ചോടിപ്പോയി കല്യാണം കഴിച്ചു. കുറേ കുട്ടികൾ, 3-4 പിള്ളേരുണ്ട്. മുസ്ലിമായി അവൾ. പക്ഷേ അവൻ മുസ്ലിമായെങ്കിലും അവൾ ഒരു ജനപ്രതിനിധിയൊക്കെ ആയി.
പിന്നീട് തെരഞ്ഞെടുപ്പ് ജനപ്രതിനിധിക്കായി. പക്ഷെ അവൻ നല്ല മാന്യനായ ചെറുപ്പക്കാരനാണ്. അവന് സർക്കാർ ഉദ്യോഗമുണ്ട്, നന്നായിട്ട് അവൻ ഭാര്യ പിള്ളേർ നോക്കുന്നുണ്ട്, അതെ. ഞാൻ പോവാറുണ്ട്, ഞാൻ പോകുമ്പം ഞാൻ അവിടെ പോകാറുണ്ട്, കാണാറുണ്ട്. അവളും മുസ്ലിം ആയത് അവളുടെ ഇഷ്ടമാണ്, അല്ലെങ്കിൽ അവളുടെ പ്രണയത്തിൻ്റെ ഭാഗമാണ്, അതിൽ അവൾക്ക് അത് ഞാൻ. പക്ഷെ അത് വളരെ അപൂർവമായിട്ട് സംഭവിക്കുന്നത്. പക്ഷേ പലയിടങ്ങളിലും അയാളൊരു നല്ല മനുഷ്യനാണ്, അയാൾ സർക്കാർ ഉദ്യോഗസ്ഥനാണ്. അപ്പോൾ എനിക്കൊക്കെ ആണെങ്കിൽ പോലും ഇപ്പോൾ എന്തെങ്കിലും ഒരു അയാൾ സേവനം അനുഷ്ഠിക്കുന്ന സ്ഥലത്ത് ഞാൻ എൻ്റെ പേര് പറഞ്ഞ് ചെറിയ സഹായമൊക്കെ ചെയ്തു കൊടുക്കുക അയാൾ. എന്നുവെച്ചാൽ പെട്ടെന്ന് അത് യാതൊരു കല്യാണം കഴിക്കുന്ന സമയത്ത് ഇവർക്ക് പേടിയായിരുന്നു. ഞാൻ അങ്ങനെ പ്രശ്നമൊന്നുമില്ല, എന്തെങ്കിലും ആവട്ടെ, ഞാനതിന് വിശദാംശങ്ങളിൽ കിടക്കുന്നില്ല. ഒരുപാട് ബന്ധങ്ങൾ. അപ്പം ഇത്തരത്തിലുള്ള ഈ പല പെൺകുട്ടികളും ഇവരെ ഇങ്ങനെ ഇന്നിപ്പം സോനയുടെ കാര്യം സംഭവിച്ചതുപോലെ പല പെൺകുട്ടികളും വല്ലാത്തൊരു എന്താ പറയുന്നത് ഒരു മാനസികാവസ്ഥയിലേക്ക് വീണു പോവുകയാണ്. എനിക്കൊരു സംശയമുള്ളത് റമീസിന് എന്താണ് പണിയെന്നാണ്. ഇവൻ എന്തെങ്കിലും ജോലിയുള്ളവനാണ്? ഒരു പണിയും കാണത്തില്ല. അവനിപ്പോൾ എയർപോർട്ടിൽ എന്തോ പാർട്ട് ടൈം ജോലി ഉണ്ടെന്നാണ് പറഞ്ഞു. ഇവരുടെ എല്ലാം പ്രശ്നം എന്തെങ്കിലും ഒരു പരിപാടി കാണും. യുവന്മാർ മുഴുവൻ ഇവർ തന്നെയാണ്. നമ്മളിത് മതം പറയുന്നതല്ല, പലപ്പോഴും നമ്മൾ ഈ ലഹരിയുമായി ബന്ധപ്പെട്ട് പിടിക്കപ്പെടുന്ന കാണാൻ എടുക്കണം. വാസ്തവത്തിൽ ഇസ്ലാം ലഹരിക്കും മദ്യത്തിനും എതിരാണ്. പക്ഷേ ഈ പിടിക്കപ്പെടുന്ന പല ചെറുപ്പക്കാരുടെയും പേര് നോക്കുമ്പോൾ നമ്മൾ ഭയം തരും. എല്ലാ മതത്തിലും പെട്ടവരുണ്ടെന്ന് പറയുമ്പോഴും ഈ പലപ്പോഴും ലഹരി കച്ചവടത്തിന് പിടിക്കപ്പെടും ഭൂരിപക്ഷം പേരും അങ്ങനെ ആവുന്നുണ്ട്. അതായത് ഇവരുടെ ഒരു പ്രോബ്ലം, അതിൻ്റെ കാരണം പറയാം. ഈ മതത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇപ്പം യഥാർത്ഥത്തിൽ ഹിന്ദു മതത്തിൽ ക്രിസ്തു മതം എടുക്കുക. ഹിന്ദു മതത്തിൻ്റെ ഒരു പ്രത്യേകത, നിങ്ങളിങ്ങനെ കൃത്യം അമ്പലത്തിൽ പോകണമെന്നൊന്നുമില്ല നിങ്ങൾക്ക് മോക്ഷം കിട്ടാൻ. നിങ്ങൾ പല ജന്മങ്ങളാണ്. നമ്മൾ ഇതിൻ്റെയൊക്കെ ഈ മതങ്ങളുടെയൊക്കെ അടിസ്ഥാനം മരണാനന്തര ജീവിതമാണ്. മനുഷ്യന് മരിക്കുന്നതിന് ശേഷം എന്ത് സംഭവിക്കുന്നതിനെക്കുറിച്ച് ധാരണയില്ല. അപ്പം മരണാനന്തര ജീവിതം എന്ന് പറയുന്നത് പുനർജന്മമാണ് എന്നുള്ളതാണ് ഹിന്ദു സങ്കല്പം. പല ജന്മങ്ങളുണ്ടാവാം. ഈ ഏറ്റവും ഒടുവിൽ അറ്റേ പോയിന്റ് ഓഫ് ടൈമിലാണ് മോക്ഷം എന്ന് പറയുന്നത്. ഇത് നമ്മുടെ എന്താ പറഞ്ഞാൽ അതിൻ്റെ പരബ്രഹ്മത്തിലേക്കുള്ള ലയം എന്ന് പറയുന്നത് അതാണ്. അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് വലിയ കുഴപ്പമില്ലാതെ പോകും. അതേസമയം ഈ എബ്രാഹിമിക് മതങ്ങളുടെ പ്രത്യേകത, നിങ്ങൾ മരിച്ചാൽ നേരെ സ്വർഗത്തിലേക്ക് പോവുകയാണ്. സ്വർഗം എവിടെയാണ്? ആകാശത്തിനപ്പുറമാണ്. വിമാനത്തിൽ പോയാലും കാണാൻ പറ്റത്തില്ല, നമ്മുടെ മിസൈലുകൾ പോയാലും കാണാൻ പറ്റത്തില്ല. കാരണം ഇത് ഭൂമി കടന്ന് അടുത്ത സ്ഥലത്തേക്ക് പോകണം. പക്ഷെ ഒരു പ്രപഞ്ചത്തിൻ്റെയൊക്കെ മുകളിൽ ഒരു സ്വർഗമുണ്ട്. അപ്പോൾ ഈ സ്വർഗത്തിൽ പോകാൻ വേണ്ടിയാണ് ക്രിസ്ത്യാനിയും ഹിന്ദുവും ജീവിക്കുന്നത്. അവൻ്റെ പ്രവൃത്തി മുഴുവൻ, അവൻ്റെ ഈ ലോകത്തെ പ്രവൃത്തി മുഴുവൻ ഇത് വളരെ ഹ്രസ്വകാലത്തെ ജീവിതമാണെന്നും അതുകൊണ്ട് തന്നെ അവൻ മരിച്ചു കഴിഞ്ഞാലുള്ള അവൻ്റെ നിത്യ ജീവിതം എന്ന് പറയുന്നത് സ്വർഗമാണെന്നും ക്രിസ്ത്യാനിയുടെ. അപ്പോൾ ക്രിസ്ത്യാനിയുടെ പ്രശ്നം, ഇവൻ വളരെ മാന്യനായി ജീവിച്ചാൽ മാത്രമേ ഇവൻ എന്തൊക്കെ ചെയ്യണം? ഇവൻ ശത്രുവിനോട് ക്ഷമിക്കണം, 10 കൽപ്പന അനുസരിക്കണം. ഇവൻ്റെ 10 കൽപ്പനകൾ തെറ്റിച്ചാൽ മാരകമാവും, പിന്നെ സ്വർഗത്തിൽ പോകില്ല. 10 കൽപ്പനകൾ പാലിക്കണം. യേശു ക്രിസ്തു പഠിപ്പിച്ചിരിക്കുന്ന സാധനമുണ്ട്. ഒരു കാരണം കാണിക്കണം. ശത്രു ഞാൻ പറഞ്ഞ ഈ വിശ്വാസം എന്ന്, ക്രൈസ്തവ വിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരുണയും സ്നേഹവും ദയയും വിട്ടുവീഴ്ചയും ക്ഷമയൊക്കെ ഉണ്ടല്ലോ സ്വർഗത്തിൽ പോകാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ കിട്ടത്തില്ല. നിങ്ങൾ ഏത് ശത്രുവിനോട് ക്ഷമിക്കണം. പക്ഷേ ഇസ്ലാം വിശ്വാസം അനുസരിച്ച് നിങ്ങൾക്ക് അള്ളാഹുവിനെയോ പ്രവാചകനെയോ നിന്ദിക്കുന്നവനെ കൊന്നാൽ പോലും സ്വർഗ്ഗം കിട്ടും. ജിഹാദാണ്. 2, അപ്പം അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പല വീഡിയോകളും കണ്ടു, പല സ്ഥലങ്ങളിലും നിരത്തി നിർത്തി മനുഷ്യരെ കൊല്ലുവാണ്. അപ്പം നിങ്ങളൊരു എന്താണ് ഹറാമല്ല, വേറെന്ത് നമ്മൾ അന്യമതക്കാരനൊരു പേര് ഞാൻ മറന്നുപോയി. അപ്പം നിങ്ങളൊരു അവിശ്വാസിക്കുന്ന വേറൊരു വാക്കുണ്ട്. ഈ ഒരു അവിശ്വാസിയെ കൊന്നാലും സ്വർഗത്തിൽ പോകും. അതുകൊണ്ട് തന്നെ ഇതാണ് ഇവർ പഠിപ്പിച്ചെടുക്കുന്നത് സാർ. മാത്രമല്ല ഇതിനകത്ത് വേറൊരു വലിയ അപകടമുള്ളതെന്ന് വെച്ചാൽ, ഇസ്ലാം മതത്തിലേക്ക് ഒരാളെ കൊണ്ടുവന്നാൽ അത് പാപപരിഹാരത്തിന് കാരണമാകും. ഇപ്പം ഞങ്ങളുടെ ഒന്നും മതത്തിൽ, ക്രിസ്തു മതത്തിലൊന്നും ഒരാളെ മതത്തിലേക്ക് കൊണ്ടുവന്നാൽ സ്വർഗം കിട്ടുമെന്ന് പറയുന്നില്ല. ഹിന്ദുക്കൾക്ക് ഒരിടത്തുമില്ല അത്. അതെ, യേശുക്രിസ്തുവിൻ്റെ കാണിച്ചിരിക്കുന്ന സ്നേഹത്തിൻ്റെയും കരുണയുടെയും വഴി നിങ്ങളുടെ ജീവിതം കൊണ്ട് കാണിച്ചു കൊടുക്കണമെന്നാണ് പറയുന്നത്. ഇപ്പം അതാണ് സുവിശേഷം. ലോകമെമ്പാടും പോയി സുവിശേഷം പ്രസംഗിക്കുന്ന യേശുക്രിസ്തു പറയുമ്പോഴും സുവിശേഷം എന്ന് പറയുന്നത് എന്താണ്? സ്നേഹവും കരുണയും ദയയും വിട്ടുവീഴ്ചയും അനുകമ്പയെല്ലാം ചേരുന്നതാണ് സുവിശേഷം എന്ന് പറയുന്നത്. ഇവിടെ അങ്ങനെയല്ല. നിങ്ങൾ നിങ്ങളുടെ മതത്തിലേക്ക് ഒരാളെ കൊണ്ടുവന്നാൽ നിങ്ങൾക്ക് സ്വർഗം കിട്ടും. അപ്പോൾ എന്ത് ചെയ്യും? എന്ത് തോന്നിയാസം കാണിക്കാം. അവസാനം ഒരാളെ മതത്തിലേക്ക് കൊണ്ടുവരികയോ അല്ലെങ്കിൽ ഒരു അവിശ്വാസിയോ കൊല്ലുകയോ ചെയ്താൽ മതി എന്നൊരു ഇൻറ്റർപ്രട്ടേഷൻ. ഇതിങ്ങനെ ആവണമെന്നില്ല. യഥാർത്ഥ ഇസ്ലാം ഇങ്ങനെ ആവണമെന്നില്ല. പക്ഷെ അങ്ങനൊരു ഇൻറ്റർപ്രട്ടേഷൻ ഈ മതത്തിന് ഉണ്ടാക്കാൻ കഴിയുന്നത് കൊണ്ടാണ് ഈ പറയുന്ന ലവ് ജിഹാദും ഈ പറയുന്ന മറ്റേ
മറ്റേ കൊലപാതകമൊക്കെ അല്ലെ പിന്നെ എങ്ങനെയാണ് അല്ലാഹു അക്ബർ എന്ന് വിളിച്ചിട്ട് ഒരാൾ വിളിച്ചാൽ എങ്ങനെയാണ് ഒരു മനുഷ്യൻ്റെ ജീവൻ എടുക്കുവാണ്? ഇതെല്ലാം എനിക്ക് തോന്നുന്നു ഖുറാനിൽ പറഞ്ഞ കാര്യങ്ങളെ തന്നെ ഇവർ ഇന്റർപ്രറ്റ് ചെയ്ത് അവരുടേതായ ന്യായങ്ങളാക്കി മാറ്റിയതാണ് സാധ്യത. ഖുറാൻ ഞാൻ പറഞ്ഞത് ഓരോന്നിനും ഓരോ സാധ്യതയുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ഞായറാഴ്ച പള്ളിയിലെ ബൈബിൾ വായിക്കുമായിരുന്നു. നമ്മൾ പള്ളിയിൽ ഞാൻ സൂക്ഷ്മമായി കേട്ടിരിക്കും. ഞങ്ങളുടെ ഈ പേരൂർക്കട സീറോ മലബാർ സഭയിൽ നല്ല നല്ല മനോഹരമായ കുർബാന അച്ഛൻ ചെല്ലുന്നത്. അപ്പോൾ ഈ കുർബാനയിലെ പഴയ നിയമം വായിക്കുമ്പോൾ എനിക്ക് നിയമാവർത്തന പുസ്തകം തോന്നുന്നു. പഴയ നിയമം വായിക്കുമ്പോൾ ഞാൻ ശിക്ഷിക്കുന്നതും കോപിക്കുന്നതുമായ ദൈവമാണ് എന്നാണ് പറയുന്നത്. ഞാൻ പഴയ നിയമത്തിൽ അത് വായിച്ച് കേൾപ്പിക്കുക. ഞാൻ ശിക്ഷിക്കുന്നവനാണ്, എന്നെ അനുസരിക്കാത്തവരെ ഞാൻ ഇല്ലാതാക്കി കളയും, ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയെന്ന് പറയുന്ന ദൈവമുണ്ട്. അതേസമയം പുതിയ നിയമത്തിൻ്റെ അതിൻ്റെ തുടർച്ചയായിട്ട് വായിക്കുമ്പം ക്ഷമിക്കുന്ന ദൈവത്തെക്കുറിച്ചും സ്നേഹിക്കുന്ന ദൈവം. അപ്പോൾ ഇത് അച്ഛൻ തമ്മിൽ കണക്ട് ചെയ്തിരുന്നുണ്ട്. അപ്പോൾ ഈ പഴയ നിയമത്തിൻ്റെ ഒരു തുടർച്ചയാണ് പുതിയ നിയമം. പക്ഷേ കാലത്തിനനുസൃതമായി, അതായത് മാറ്റം വരുത്തുന്നു. 2000 വർഷം മുമ്പ് യേശു ക്രിസ്തു വരുമ്പോൾ അതിന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ജൂതമതമുണ്ട്. ആ ജൂതമതത്തിന് വേണ്ടി ഇസ്രായേൽ ജനതയ്ക്ക് വേണ്ടി കൊടുത്തിരിക്കുന്ന കൽപ്പനകളുള്ളതാണ് പഴയ നിയമത്തിൽ. ആ യേശു ക്രിസ്തു അതിനെ നവീകരിച്ചു. ഇനി 2000 വർഷം കൂടെ കഴിഞ്ഞു. ഈ 2000 വർഷം കഴിയുമ്പോൾ അന്ന് യേശു ക്രിസ്തു പറഞ്ഞ പലതും വീണ്ടും നവീകരിക്കണം. എന്നാൽ ഖുറാനിലുള്ളതൊന്നും മാറ്റാൻ പാടില്ല എന്നാണ് നിയമം. എന്ന് വെച്ചാൽ നവീകരിക്കാൻ പാടില്ലെന്നാണ് നിയമം. അപ്പം ആ കാലഘട്ടത്തെ സാഹചര്യം എന്തുകൊണ്ടാണ് ഇസ്ലാം വിശ്വാസികൾ 4 കല്യാണം കഴിക്കുന്നത്? അക്കാലത്ത് ഗോത്രങ്ങൾ തമ്മിലുള്ള യുദ്ധം ലോകമെല്ലായിടത്തും ഗോത്രങ്ങൾ തമ്മിലുള്ള യുദ്ധമാണ്. ഈ യുദ്ധം നടക്കുമ്പോൾ അവിടെ വിധവകളാണ് കൂടുതൽ. പ്രവാചകൻ പ്രായമായ ആളെ കല്യാണം കഴിച്ചിട്ടുണ്ട്, കുഞ്ഞിനെ കല്യാണം കഴിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ്? ഈ സ്ത്രീകളും കുട്ടികളും പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നാണ് ലക്ഷ്യം. ഈ ഖുറാനിൽ സ്ത്രീകളോട് കരുണ കാണിക്കണമെന്നത് ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു കരുണയുടെ ഭാഗമാണ്. പക്ഷെ അത് ഇന്നത്തെ കാലത്ത് എന്നാൽ പിന്നെ നമ്മൾ 4 കല്യാണം കഴിച്ചേക്കും ഖുറാനിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുകയും ഒരാൾ ഇഷ്ടപ്പെട്ടില്ലേ മൊഴിയില്ല എന്ന് പറഞ്ഞൊക്കെ അത് കാലാനുസൃതമല്ല. അപ്പം ഇത്തരത്തിലുള്ള ഈ അപരിഷ്കൃതമായ സംവിധാനങ്ങളുടെ ഭാഗമായിട്ടാണ് വാസ്തവത്തിൽ ഈ സോനാമാർ ഉണ്ടാവുന്നത്. ഞാൻ പറഞ്ഞേ ആ കുട്ടി അധ്യാപികയാവാൻ പഠിച്ച ആദ്യത്തെ അധ്യാപികയാവേണ്ട ആളാണ്. TTC പഠിക്കുന്ന TTC പഠിച്ചുകൊണ്ടിരുന്ന കുട്ടിയാണ്. ഇപ്പൊ TTC അല്ലെന്നോ TTI ആണെന്ന് തോന്നുന്നു. എനിക്ക് ടീച്ചേഴ്സ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണെന്നോ അതിന്റെ പേര് TTI കോഴ്സ് TTC തന്നെ തോന്നുന്നു. അതെ, അങ്ങനെ ആയിരിക്കും. ഇപ്പൊ അതെല്ലാം മാറി. പണ്ട് ഒരു കൊല്ലം ഒന്നും അല്ല, ഇപ്പൊ 3 കൊല്ലം അങ്ങനത്തെ ഒക്കെയാണ്. വലിയ കോഴ്സാണ് ഇപ്പം. ആ കുട്ടി ശരിക്കും പഠിച്ചൊക്കെ വന്നിരുന്നെങ്കിൽ നാളെ എത്രയോ കുട്ടികൾക്ക് വഴികാട്ടിയാവേണ്ടിയിരുന്ന ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ പെടുമ്പോൾ അവർക്ക് ഉപദേശം കൊടുക്കേണ്ടിരുന്ന ഒരു കുട്ടിയാണ് ഈ സ്വാന. ഇവിടെ നമ്മൾ ഒരു കാര്യം കൂടി പറയേണ്ടത്, ഹാദിയ കേസ്. കേരളത്തിൽ ഈ ലവ് ജിഹാദ് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത് 2016 ഹാദിയ കേസ്. ഈ ഹാദിയ കേസിലെ പലരും മറന്നു പോകുന്നൊരു സംഗതി, ഈ ഹാദിയ കേസിൻ്റെ ഈ ജഹാൻ എന്താണ് ജഹാനോ അങ്ങനെ കൊണ്ടിടത്തിനായിരുന്നു കല്യാണം കഴിച്ചത്. അപ്പോൾ ഈ വിവാഹം ദുരൂഹമാണ്, ഇതിൻ്റെ പിന്നിൽ ചില മത താല്പര്യങ്ങളുണ്ട് എന്ന് ഹൈക്കോടതിയാണ് വിധിച്ചത്. ഹൈക്കോടതി ജഡ്ജ് ആരായിരുന്നു അറിയാമോ? പലരും മറന്നുപോകും. ഹൈക്കോടതി വിധിച്ച ജഡ്ജി ജസ്റ്റിസ് മുഹമ്മദ് മുഷ്താഖ് ആയിരുന്നു. പലരും മറന്നു പോകുന്നതാണ്. അത് ഒരു സംഘി ജഡ്ജ് അല്ല വിധിച്ചത്. ജസ്റ്റിസ് മുഹമ്മദ് മുഷ്താഖിൻ്റെ ബെഞ്ചിലാണ് ഈ കേസ് എത്തുന്നത്. ഈ കേസ് പരിശോധിച്ചിട്ട് മറ്റേ അശോകൻ, ഈ ഹാദിയയുടെ അവളുടെ പേര് ഞാൻ പറഞ്ഞു, എന്തായിരുന്നു അവളുടെ പേര് ഞാൻ പറഞ്ഞു, ഹാദിയക്ക് മുമ്പ് വേറെ പേരുണ്ടായിരുന്നു. അതെ, തിരുവനന്തപുരത്തല്ല, കോട്ടയത്താരി. ബിന്ദു, അത് ബിന്ദു വേറെ, അത് ഒരു ബിന്ദു എന്ന് പറഞ്ഞ ആളുടെ മകളാണ്. ഈ ഹാദിയയുടെ പിതാവ് അശോകൻ, ഹാദിയയുടെ ഒറിജിനൽ പേര് ഞാൻ മറന്നുപോയി. ഈ ഹാദിയയുടെ പിതാവ് അശോകൻ കോടതി പോകുമ്പോൾ ഈ കേസ് പരിഗണിച്ചിട്ട് ഈ വിവാഹം അസാധുവാക്കിയത് ജസ്റ്റിസ് മുഹമ്മദ് മുഷ്താഖാണ്. ജസ്റ്റിസ് മുഹമ്മദ് മുഷ്താഖാണ് ഇതിനെക്കുറിച്ച് അന്വേഷിക്കാൻ പറഞ്ഞത്. കാരണം അപ്പം അതായത് ഈ സമുദായത്തിൽ തന്നെ ഇങ്ങനെ ഒരു ചിന്താഗതിയുണ്ട്. പക്ഷെ അവർക്ക് പേടിയാണ് ഈ റാഡിക്കൽ വിഭാഗത്തെ. പക്ഷെ സുപ്രീം കോടതി ചെന്നപ്പോൾ സുപ്രീം കോടതി പറഞ്ഞൊരു കാര്യമുണ്ട്. സുപ്രീം കോടതി കുറ്റം പറയാൻ പറ്റുമോ? കാരണം ഈ പെണ്ണിൻ്റെ നിലപാടെന്താണ്? ഞാൻ ഈ ചെറുക്കനെ ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ചതാണ് എന്നാണ് സുപ്രീം കോടതി പെണ്ണ് പറഞ്ഞത്. വേറെ വഴിയില്ലല്ലോ, 18 വയസ്സ് കഴിഞ്ഞാൽ പെൺകുട്ടിക്ക് ആർക്കാരെല്ലാം കല്യാണം കഴിക്കാമല്ലോ. അപ്പം പലരും പറയും രാജ്യസഭയിലും ലോക്സഭയിലൊക്കെ സർക്കാർ പറഞ്ഞിരിക്കുന്നു ലവ് ജിഹാദ് ഇല്ല. എങ്ങനെ ലവ് ജിഹാദ് എന്ന് പറഞ്ഞ വാക്ക് എങ്ങനെ തെളിയിക്കാൻ പറ്റുന്നത്? എന്നിട്ട് എന്ത് പറ്റി? ഹാദിയ ഇപ്പോൾ എവിടെ? ആരെങ്കിലും അന്വേഷിക്കുന്നുണ്ടോ? ഒരു വിവരമില്ല. അവർ തമ്മിൽ പിരിഞ്ഞു. ജഹാൻ ജഹീൻ എന്നങ്ങനെ അവൻ്റെ പേര്. അവർ തമ്മിൽ പിരിഞ്ഞു. ഇവൾ സുപ്രീം കോടതി വരെ പോയി പോരാടി. ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ, ഈ പയ്യൻ എന്തോ നിസ്സാര പണിക്കാരനായിരുന്നു. അവനൊക്കെ പിന്നീട് വലിഞ്ഞു കയറി വന്നു. ഈ വിവാഹമൊക്കെ പിന്നീട് ഇതിൻ്റെ ഭാഗമായിട്ട് നടന്നതാണ്. അവളും അവളുടെ കഥയും പറയുന്നുണ്ട്. ആതിര പറഞ്ഞ ആയിഷയായി അതിന് തിരിച്ചു വന്നിരുന്നു. അത് പറഞ്ഞ മാതിരി ഇവരെ പഠിപ്പിച്ച് മാനസികമായി കൊണ്ടുവന്ന് ഒരു വല്ലാത്ത ഭയത്തിൻ്റെ അന്തരീക്ഷം സൃഷ്ടിച്ച് കൊണ്ടുപോവുകയാണ്.
എന്നിട്ട് ഇവരെ സംരക്ഷിക്കാൻ വേണ്ടി സുപ്രീം കോടതി വരെ പോരാടാൻ വേണ്ടിയുള്ള സംവിധാനങ്ങളെ, വക്കീലന്മാരെ, മാധ്യമ പിന്തുണ, പണം, ഇതൊക്കെ എവിടെ നിന്ന് വരുന്നതാണ്? ഈ സംഘടിത സ്വഭാവത്തെയാണ് ലവ് ജിഹാദ് എന്ന് പറയുന്നത്. ഈ സംഘടിത സ്വഭാവം, ഇതിനെയാണ് നമ്മൾ ലവ് ജിഹാദ് എന്ന് വിളിക്കുന്നത്. അല്ലാതെ നമ്മൾ ലവ് ജിഹാദ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല, ലവ് ജിഹാദ് ഇല്ല. പക്ഷേ ലവ് ജിഹാദ് ഉണ്ടോ? ഉണ്ട് എന്നതിന് തെളിവാണ് സോനയുടെ ജീവിതം. ഇത്രയും നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഇത്രയും ആളുകൾ പെട്ടെന്ന് സംഘടിതരെ പ്രത്യക്ഷപ്പെടുകയാണ്. അതിൻ്റെ പിന്നിലുള്ള കാര്യമാണ് നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടത്. ഞാൻ എപ്പോഴും ചോദിക്കുന്നത്, മറുനാടൻ ഷാജനെ വേട്ടയാടാൻ വേണ്ടി പോലീസ് ഇറങ്ങി കള്ളക്കേസെടുത്തപ്പം ഈ അടുപ്പുട്ടി ചർച്ചക്കാർ ദിവസവും ചർച്ച നടത്തുമായിരുന്നു. ദിവസവും പത്രങ്ങൾ വാർത്ത ഉണ്ടായിരുന്നു. എവിടെയാണ് ഇതിനെക്കുറിച്ച് ഞാനിന്ന് മീഡിയ വണ്ണിൻ്റെയും മാധ്യമത്തിൻ്റെയൊക്കെ ഓൺലൈൻ എടുത്ത് നോക്കി, കാണുന്നില്ല. സംഭവം നടന്നിട്ട് അവരറിയുന്നില്ല. ചർച്ചയിൽ വിഷയം വരത്തില്ല, ഒരിക്കലും വരത്തില്ല. അവർ മതം മാറണം എന്ന് അതേസമയം തിരിച്ചായിരുന്നെങ്കിലും എവിടെ എന്തെങ്കിലും ഒരു ചെറിയ കന്യാസ്ത്രീ വിഷയത്തെക്കുറിച്ച് എത്ര ചർച്ച നടത്തിയവർ? ഈ ഒരു ഇരട്ടത്താപ്പാണ് നമ്മുടെ സമൂഹത്തിൻ്റെ. ഈ ഇരട്ടത്താപ്പാണ് വാസ്തവത്തിൽ ചർച്ചയാവേണ്ടത്. ഈ സോനയുടെ മരണം വാസ്തവത്തിൽ ലവ് ജിഹാദ് എന്ന് പറയുന്ന ഒരു വിഷയത്തിൻ്റെ ഒരു വല്ലാത്ത ചർച്ചയ്ക്ക് തുറക്കേണ്ട കാര്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. എനിക്ക് തോന്നുന്നത് ഇത് വലിയൊരു ചർച്ചാ വിഷയമാകാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ്. കാരണം നമ്മുടെ നാട്ടിൽ അതൊക്കെ ചർച്ച ചെയ്യേണ്ട ആളുകളെല്ലാം മൗനം പാലിക്കും, ആരും പ്രതികരിക്കത്തില്ല. ഇതെന്ന് പറഞ്ഞാൽ പോലും സോഷ്യൽ മീഡിയയും പത്രങ്ങളും എല്ലാം കൂടെ ഒരുമിച്ചിറങ്ങുന്ന ഒരു ബഹളമാണ്. ഇവരിറങ്ങത്തില്ല, ഇത് ചർച്ചയാവാൻ ആഗ്രഹിക്കുന്നില്ല. യഥാർത്ഥത്തിൽ കേരളത്തിൽ വളരെ ദുരൂഹമായി തന്നെ ഈ കമ്മ്യൂണിറ്റി, നമ്മുടെ സമൂഹത്തിൽ ഈ പറയുന്ന ചിലർ സംഘടിതമായി മതം മാറ്റാനുള്ള വലിയ പരിശ്രമത്തിൻ്റെ ഭാഗമായി നടക്കുന്നുണ്ട് എന്നൊരു വാസ്തവമാണ്. ഇത് പറയുമ്പോൾ വർഗീയവാദിയാക്കും, കാസയാക്കും, കൃസംഗിയാക്കും, ചാണകസംഖ്യയാക്കും. പക്ഷേ ഇറ്റ് ഈസ് എ റിയാലിറ്റി. ഈ വാസ്തവം ഒരിക്കൽ കൂടി അടിവരയിടുന്നതാണ്. ഞാൻ ആ കുടുംബത്തിൻ്റെ ദയനീയാവസ്ഥയിൽ എനിക്ക് വലിയ സങ്കടമുണ്ട്. അച്ഛൻ മരിച്ചാണ് ആ കുട്ടിയുടെ, അച്ഛൻ മരിച്ചതുള്ളൂ. ആ കൊച്ചിൻ്റെ മാനസികാവസ്ഥ ആലോചിച്ച് നോക്കും. ആ കൊച്ചു നോക്കുമ്പം വീട്ടുകാരെ ധിഖരിച്ചുകൊണ്ട് അച്ഛൻ മരിച്ചിട്ടും ഇതിനു വേണ്ടി ഒരാളെ ഇഷ്ടപ്പെട്ടിട്ട് ഇറങ്ങിപ്പുറപ്പെട്ടിട്ട് അവൻ അവസാനം ഇങ്ങനെ ചതിച്ചിട്ട് അവനെ അവിഹിതബന്ധത്തിൽ പിടിക്കപ്പെടുന്നു. അതിനുശേഷവും ഇവൻ ഉപദ്രവിക്കുന്നു. ആ പെൺകൊച്ചു നോക്കുമ്പം ഇനി കുഞ്ഞു പിള്ളേരല്ലേ, 21-22 വയസ്സുള്ളൂ. അപ്പോൾ ആ കൊച്ചു നോക്കുമ്പോൾ ഇനി എന്തിന് ജീവിക്കുന്നു തോന്നലുണ്ടാവുകയല്ലേ? മാത്രമല്ല നാട്ടുകാരറിഞ്ഞാണ് അത് വിഷയമായിക്കാണ്. അപ്പോൾ അതൊക്കെ എല്ലാവർക്കും പ്രശ്നമാവും. ഞാൻ ഇപ്പോഴും എൻ്റെ മനസ്സിൽ ഒരു മയക്കുമരുന്നിന്, ഇതുപോലെ തന്നെ തൊടുപുഴ ഭാഗത്തെങ്ങാണ്ട് മയക്കുമരുന്നിൽ പിടിക്കപ്പെട്ട ഒരു പെൺകൊച്ചിൻ്റെ കരച്ചിലുണ്ട് പോലീസ് സ്റ്റേഷനിൽ. എടോ നീ എന്നെ ചതിച്ചു കരയുന്നത്. ഇത് ഒരുപാട് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ട്. പക്ഷേ ഇതാരും ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. ഇതിപ്പോൾ ഞാൻ പറഞ്ഞ ഏതെങ്കിലും ഒരു മതത്തിനെതിരായിട്ടല്ല. ഇത്തരത്തിൽ സംഘടിതമായി ആളുകളെ വഴിതെറ്റിക്കാനും ചതിക്കാനും നടക്കുന്ന ഇത്തരം സംരംഭങ്ങളെ കണ്ണിൽ നടിക്കാൻ കഴിയില്ല. അതിൻ്റെ പേരിൽ എന്തു പറഞ്ഞാലും നമുക്കതിനെ അത്ര നിസ്സാരമായി കരുതാൻ കഴിയില്ല. ഇത് വളരെ, ഈ സോനയുടെ മരണം, സോനയുടെ വീട്ടുകാരുടെ വേദന, ഇപ്പോഴത്തെ ഈ സാഹചര്യമൊക്കെ ചർച്ച ചെയ്യേണ്ടത് തന്നെയാണ്. ഇത്ര നല്ല മനസ്സാണ് ആ കുട്ടിക്ക് എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇവൻ ഇങ്ങനത്തെ ഒരു കേസിൽ പിടിച്ചിട്ട് പോലും ഞാൻ കൂടെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് കഷ്ടമാണ്. എന്നാലും സോനയുടെ കുടുംബത്തിന് നമ്മുടെ ആദരാഞ്ജലികൾ. നിങ്ങളുടെ പോരാട്ടം തുടരണം. കാരണം എല്ലാവരും ഇങ്ങനെ ഭയന്ന് മാറി നിൽക്കുന്നത് കൊണ്ടാണ് ഇത്തരം സംഘടിത ശക്തികൾ പലപ്പോഴും പൊതുസമൂഹത്തെ വഴിതെറ്റിച്ചുകൊണ്ട് അവരുടെ ജൈത്രയാത്ര തുടരുന്നത്. സോനയുടെ മരണം ഈ ഒരു ഭീകരമായ സാഹചര്യത്തിനുള്ള അന്ത്യമായി മാറാൻ ഇടയാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം. നന്ദി, നമസ്കാരം.